സൂപ്പർ കപ്പിന്റെ സെമി യോഗ്യതയെന്ന റെക്കോർഡ് പ്രതീക്ഷയുമായി കലിംഗയിൽ മോഹൻ ബഗാനെതിരെ ഇറങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സ്. വൈകിട്ട് 4:30 നടക്കുന്ന പോരാട്ടത്തിൽ മോഹൻ ബഗാന്റെ ബി ടീമാണ് ഇറങ്ങുന്നത് എങ്കിലും സീനിയർ ടീമിൽ നിന്ന് പോർച്ചുഗീസ് ഡിഫൻഡർ ന്യൂനോ റൈസ്, ദീപക് ടാങ്കിരി, സഹൽ, ഗ്ലാൻ മാർട്ടിൻസ്, ആഷിഖ് തുടങ്ങിയ താരങ്ങളും ടീമിലുണ്ടാകും. സോ അത്ര സിമ്പിൾ ആയിരിക്കില്ല മത്സരം. പക്ഷേ പുതിയ ആശാൻ ഡേവിഡ് കറ്റാലയുടെ തന്ത്രങ്ങളും നീക്കങ്ങളും കളിശൈലിയിലും ആരാധകർ തൃപ്തരാണ്. ആ ഒരു പ്രതീക്ഷ കറ്റാല ആശാനിൽ ആരാധകർ ഇന്നത്തെ മത്സരത്തിലും നൽകുന്നുണ്ട്. ആശാൻ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി തന്ത്രങ്ങൾ തന്നെയായിരിക്കും ഇന്നും പ്രയോഗിക്കുക. ലൂണ പരിക്ക് മൂലം കളിക്കില്ല എന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ആശാൻ പറഞ്ഞതനുസരിച്ച് താരം ഇന്ന് ഉണ്ടാകും. പക്ഷേ മുഴുവൻ സമയവും താരം കളിച്ചേക്കില്ല. പകരക്കാരന്റെ റോളിലായിരിക്കും ലൂണ ഉണ്ടാവുക. അപ്പോൾ പെപ്ര ആയിരിക്കും ഇന്ന് ആദ്യ 11-ൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് കാറ്റാല ആശാന്റെ ടാക്ടിക്സിൽ 2 സ്ട്രൈക്കേഴ്സിന്റെ റോളിൽ പെപ്രയ്ക്ക് തിളങ്ങാനായാൽ ബ്ലാസ്റ്റേഴ്സിനും കൂടുതൽ അത് ഉപകാരമായേക്കും. താരത്തിൽ നിന്നും കൂടുതൽ ഗോളുകളും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ 11 പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ സെയിം ഫോർമേഷനായ 4-4-2 ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സച്ചിനും, ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും റൈറ്റ് ബാക്കായി ഹോർമിപ്പാമും, 2 സെന്റർ ബാക്കുകളായി ബികാസ് സിംഗും മിലോസ് ഡ്രിഞ്ചിച്ചും, മിഡ്ഫീൽഡിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് റോളിൽ വിപിനും ലഗാറ്ററും, 2 വിങ്ങുകളിലുമായി നോവ സുദോവിയും ഐമനും, മുന്നിൽ 2 സ്ട്രൈക്കേഴ്സായി പെപ്രയും ഹിമിനസും എത്തിയേക്കും. വിചാരിച്ചതുപോലെ ബഗാനെയും മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ ആദ്യ കിരീടത്തിൽ മുത്തമിടാൻ 2 വിജയങ്ങൾ മാത്രം അകലെയാകും. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള പ്ലസ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.